ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ പെരുമണ്ണ പുളിക്കൽ താഴ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് റജിനേനെ കാണാനാണ്. റജിനയ്ക്ക് പറ്റിയ ഒരു വരനെ നമുക്ക് കണ്ടെത്തണം. റജിനയ്ക്ക് ചെറിയൊരു പക്വതക്കുറവ് കാര്യങ്ങളാണ്. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഈ കാണുന്നതാണ് വീട് കേട്ടോ. വാ. അപ്പോൾ ഇതാണ് കേട്ടോ റജിന. റജിന എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? അപ്പോൾ റജിനേൻ്റെ ഉമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ വരുന്നില്ല, പക്ഷേ ഉമ്മാനോട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഉമ്മ, റജിനയ്ക്ക് ശരിക്കും എന്താ ബുദ്ധിമുട്ടുള്ളത്? അവൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എല്ലാ ജോലികളും എടുക്കും. സ്കൂളിൽ 10ാം ക്ലാസ് വരെ പോയിന്. എന്നാ വെച്ചാൽ വലിയ വിദ്യാഭ്യാസമായിട്ടില്ല, എന്നാലും എല്ലാ എഴുതുകയും വായിക്കുകയും ഒക്കെ ചെയ്യും. ഫോണിലൊക്കെ എല്ലാ കളികളും എല്ലാ ഇതും അറിയാം. നമ്മളൊന്നും ഒരു ജോലിക്കൊന്നും പറഞ്ഞു കൊടുക്കണ്ട. സ്കൂള് സ്വയം വൃത്തിയാക്കലും നല്ല നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടിലും നല്ല ഇതിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും. വേറെ കുഴപ്പമൊന്നുമില്ല. റജിനേന്റെ ആദ്യ ഒരു വിവാഹം കഴിഞ്ഞിരുന്നു അല്ലേ? ഓ, അത് സാഹചര്യം കൊണ്ട് ഒഴിവാക്കിയാണ് ഞങ്ങൾക്ക് ഒത്തുപോകാൻ കഴിയായിട്ട്. അത് ശരി. അപ്പോൾ റജിനയ്ക്ക് ഒരു പക്വത കുറവാണ് ഉള്ളത് അല്ലേ? വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ രീതിയിൽ പൈസ കണക്കൊക്കെ അറിയാം. റജിന വലിയ ലക്ഷങ്ങൾ കണക്കറിയില്ല. സാധാരണ ഇപ്പോ നമ്മള് ഇനിയൊരു കുറിയില് വെക്കാനും ഓളൊറ്റക്ക് പോകും. യാത്ര ചെയ്യാറുണ്ടോ? ഓള് ഇവിടുന്ന് പുത്തോർമടുത്തുനിന്ന് ചെലവൂർക്കൊക്കെ ഒറ്റക്ക് വരുന്ന 5ാം ക്ലാസ് പഠിക്കും. എത്ര വരെ പഠിച്ചേ? സ്കൂളൊക്കെ ഒറ്റക്കാണോ പോയെ? എക്സാം സ്ക്രൈബ് ചെയ്തതാ? ഓളെ കണ്ണിന്റെ എവിടെ കുറച്ച് എന്താ കാഴ്ചക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? കോങ്കണ്ണായിട്ടുള്ള അതിനൊരു ഓപ്പറേഷൻ ഉണ്ടായാൽ ശരിയാവെന്ന് പറഞ്ഞാ, പിന്നെ ഞങ്ങൾ അതിനെ നോക്കിയില്ല. അല്ലാതെ വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അത് ചെയ്ത ഡോക്ടർ പറഞ്ഞത് ശരിയാവുന്നു. പിന്നെ എല്ലാരും ചെയ്തില്ല, ചെയ്യണം. രചന, നമ്മളെല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടേ വരുന്ന ഒരു പിയാപ്പിളിനല്ലേ നമുക്ക് വേണ്ടേ അല്ലേ? അതുകൊണ്ട് എല്ലാ കാര്യവും പറയാന് കേട്ടോ. അപ്പൊ ആ ഒരു വിവാഹം ചെയ്ത് എത്ര കാലം ഉണ്ടായിനോ? വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പൊ 3 വർഷം ആവാനായി. 10 മാസം അവിടെ നല്ലപോലെ നിന്നതാ. അതിന്റെ ലീഗലി എല്ലാം ഒഴിവായതല്ലേ? ഒഴിവായാണ്. റജിനക്ക് എത്ര വയസ്സായി? 26 കഴിയും. 27. നമുക്കൊരു എത്ര വയസ്സ് വരെയുള്ള ആലോചന സ്വീകരിക്കാം? 33 വരെ. മാക്സിമം ഒരു 5 വയസ്സിന്റെ വ്യത്യാസം അല്ലേ? ദൂരം പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് കഴിഞ്ഞ് ഞങ്ങൾ താല്പര്യം, പക്ഷെ കോഴിക്കോട് മലപ്പുറം കുറച്ച് ദൂരമൊക്കെ ഞങ്ങൾക്ക് പ്രശ്നമില്ല. തൊട്ടടുത്തുള്ള ജില്ലയിൽ നമുക്ക് നോക്കാം. മെയിനായിട്ട് നമ്മൾ നോക്കുന്ന കോഴിക്കോട് ജില്ല തന്നെയാണെങ്കിലും നല്ലൊരു വ്യക്തി കുറച്ച് അപ്പുറത്തോട്ടാണെങ്കിലും ഒന്നും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. ഓളെ മനസ്സിലാക്കുന്ന നല്ലൊരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരണം. ഒരു വിവാഹ ജീവിതം ഡിവോഴ്സ് ആയതാണ്, ഇനിയൊക്കെ നല്ലൊരു ജീവിതം വേണം. ആ പക്വത കുറവ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഗുളിക ഒന്നും അവള് കഴിക്കില്ലല്ലോ, അങ്ങനെ വയലന്റ് ആകുന്ന വിഷയം അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ലേ? ഒന്നും വിചാരിക്കട്ടടാ, ചോദിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പഠന വൈകല്യം എന്നുള്ള രീതിയേ ഉള്ളൂ അല്ലേ? എല്ലാത്തൊക്കെ ഒരു വിഷയമില്ല. ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ പലർക്കും വിചാരിക്കേണ്ടാവും കുട്ടികളെ മുമ്പിൽ വെച്ച് ഓരെ പറ്റി അങ്ങനെയൊക്കെ പറയുന്നത് മോശമല്ലേ അങ്ങനെയൊക്കെ. പക്ഷെ ആ ഒരു മോശം നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ വീഡിയോയിൽ അത് ചോദിക്കാതിരുന്നാൽ ബുദ്ധിമുട്ടാണ്. പിന്നെ അവരുടെ മുമ്പിലല്ലാണ്ട് സൈഡിൽ നിന്ന് ചോദിച്ചൂടെ എന്നൊക്കെ പറയൂ. ഇപ്പോൾ എന്തായാലും അവർ ആ വീഡിയോ കാണും, അപ്പോൾ എങ്ങനെ ചോദിച്ചാലും അതൊരു കേൾക്കുകയും ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഇവരെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കണം. അതിന് നമുക്ക് വേറെ വഴിയില്ല. എല്ലാം തുറന്ന് പറയുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ നമ്മൾ ഈ പ്ലാറ്റ്ഫോം. അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമുക്ക് ഇവരുടെ കല്യാണം നടത്തുക എന്നുള്ളതാണ് പ്രയോറിറ്റി, വേറെ ഒന്നിനും നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. കഴിഞ്ഞ വീഡിയോയിലൊക്കെ അങ്ങനെ ചിലർ പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ അത് എടുത്തു പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളെ കല്യാണം നടക്കട്ടെ. ഒരു 33 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആലോചന നമുക്ക് വേണം. ഭാര്യ മരിച്ചുകൊണ്ട് ഡിവോഴ്സ് ആയതൊക്കെ നമുക്ക് നോക്കിക്കൂടെ അല്ലേ? അതൊക്കെ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. റജിനക്ക് എന്താ പറയാനുള്ളത്? എങ്ങനെയുള്ള പിയാപ്പിളിനാ വേണ്ടേ? നല്ല രീതിയിൽ നോക്കുന്ന ഒരാളായ മതിയോളെ. അതെ. പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും വിളിക്കും. അപ്പോൾ ആർക്കും അങ്ങനെ ഫോട്ടോ കാര്യങ്ങളൊന്നും അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ വീഡിയോ പരമായിട്ട് ഓളെ കാണുന്നതാണ്. ഇനി ഒരു ഫോട്ടോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ കല്യാണത്തിന് ശേഷമുള്ള ഒരു കാര്യത്തിനും എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. നിങ്ങൾ തന്നെ അന്വേഷിച്ച് ചെയ്യണം കേട്ടോ. ഓരോ വീട്ടിൽ നാട്ടിലൊക്കെ പോയി നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് നമ്മളെ കല്യാണം നടക്കട്ടെ അല്ലേ? അതെ. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടോ?
നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 3 ആള്. ഓളെ ഉപ്പ എന്താ ചെയ്യുന്നേ? ഓട്ടോ ഡ്രൈവറാണ്. ഇവിടെ പെരുമണ്ണ തന്നെയാണ് അല്ലേ? ഇവിടെ കോട്ടയത്ത ഇവിടെ തന്നെ അടുത്ത് തന്നെയാണ്. 2 പെണ്ണും ഒരാണുമാണ് അല്ലേ? 2 കല്യാണം കഴിഞ്ഞില്ലേ? അതെ അതെ. 3 മണി വരെ ഇവിടെ നല്ല മഴയേനും അങ്ങോട്ട്, അതാ കുറച്ച് ലേറ്റ് ആയ. ഓർഡർ ഉണ്ടായപ്പോ പോയി. അതെ അതെ അതെ. ജിന ഫുഡൊക്കെ ഉണ്ടാക്കലുണ്ടോ? ഫുഡൊക്കെ ഉണ്ടാക്കലുണ്ട്. എന്തൊക്കെ ഉണ്ടാക്കൂ? കറി വെക്കൂ, ചോറാക്കൂ, രാവിലെ ചായ ഉണ്ടാക്കും, എല്ലാം ഉണ്ടാക്കൂലേ? ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും റജിന അടിപൊളിയായിട്ട് ചെയ്യുമെന്നാണ് ഉമ്മ പറഞ്ഞത്. ക്ലീൻ ആക്കാനും നമ്മളോട് എടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല അല്ലേ? അവൾ തന്നെ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യും. അപ്പോൾ പിന്നെ ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് നല്ലൊരു ആലോചന വരട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ചെറിയ പഠന വൈകല്യമുള്ള ആളുകൾ നമ്മൾ സ്വീകരിക്കുമോ? പഠന വൈകല്യം അങ്ങനെ ആണെങ്കിലും ഒന്നും പ്രശ്നമില്ല. പക്ഷെ ജോലിക്ക് പോയിട്ട് ഓളെ നോക്കാനുള്ള ഒരു കഴിവ് വേണം അല്ലേ? ബുദ്ധിപരമായിട്ടുള്ള കൂടുതൽ വിഷയങ്ങളുള്ളത് നമുക്ക് പറ്റൂല. ചെറിയ പഠന വൈകല്യം വിഷയമല്ല. കാരണം ഓള് മുമ്പ് വിവാഹം ചെയ്ത് ബുദ്ധിപരമായ വിഷയമുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ അങ്ങനെയൊക്കെയാണ് ഡിവോഴ്സൊക്കെ ആയിപ്പോയത് എന്നാണ്. അപ്പോൾ ഇനിയുള്ളത് ചെറിയ പഠന വൈകല്യം കാര്യങ്ങളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളിൽ നിന്ന് ആലോചന സ്വീകരിക്കും. അവളെ മനസ്സിലാക്കുന്ന, ജോലി ചെയ്തോളെ നോക്കുന്ന ഒരാൾ എത്രയും പെട്ടെന്ന് വരട്ടെ. എന്നാൽ പിന്നെ ഇൻഷാ അല്ലാഹ് ഇറങ്ങട്ടെ. എത്രയും പെട്ടെന്ന് റജിനേൻ്റെ കല്യാണം നടക്കട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക, കൂടെ നിൽക്കട്ടെ. റജിനക്ക് ഉയരം കുറഞ്ഞ ഒരു ഞാനിപ്പോൾ എണീച്ച് നിന്നത് എത്രത്തോളമാണ് അതങ്ങനെ മനസ്സിലാണ്ടിട്ടാണ് കേട്ടോ. അധികം ഉയരം കുറവ് അങ്ങനെയല്ല. അപ്പോൾ ഒക്കെ വരുന്ന ഒരു പിയാപ്ലയോ അതിനനുസരിച്ചുള്ള ഒരാളാകുമ്പം അവൾ മെലിഞ്ഞിട്ടാണ്, ഉയരം ഇത്രയാണ്. അപ്പോൾ ഒരു ആചാനബാഹുവായിട്ടുള്ള ഒരാളിപ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെയല്ല ഞാൻ മനസ്സിലാണ്ടിട്ട് പറഞ്ഞ കേട്ടോ. ഓവർ ഹൈറ്റും വെയിറ്റൊക്കെ ഉള്ള ഒരാളാകുമ്പോഴുള്ളൊരു പോലെ തമ്മിലൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഓവറായിട്ട് വളരെ ഒത്തിപ്പിച്ചുള്ള ഹൈറ്റും അങ്ങനെ കുറച്ചൊരു വലിയ ആളൊക്കെ ആണെങ്കിൽ പോലെ പക്ക മാച്ചായിരിക്കും കേട്ടോ. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതേപോലെയുള്ള മറ്റൊരാളുടെ വിവാഹ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം.